2.5 പതിറ്റാണ്ട് മുമ്പ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്കുണ്ടായ വിജയത്തിളക്കത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സോൾജേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരണം നടത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത 8 ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ ശശിധരൻ, സുബേദാർ മേജർ അനിൽകുമാർ, സുബേദാർ മേജർ ബിജു പി നായർ, നയാബ് സുബേദാർ വത്സരാജ്, ഹവീൽദാർ പി തമ്പാൻ നായർ, പെറ്റി ഓഫീസർ MKV രാജേഷ്, ഹവീൽദാർ VV സന്തോഷ്, സുബേദാർ മേജർ ചെറിയാൻ എന്നിവരെയാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ആദരിച്ചത്. കുടുംബത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ദ്രാസിൽ പോയിരുന്നു. അവിടുത്തെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പോയി അവിടെ ആദരാഞ്ജലി അർപ്പിച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. സമയത്ത് 99 കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളെ പോലെ ഒരു കോളേജിൽ ചേർന്ന വിദ്യാർത്ഥിയാണ്. വളരെ ആശങ്കയോടും അതേസമയത്ത് അഭിമാനബോധത്തോടും കൂടിയിട്ടാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നടക്കുന്നത്. ഞാൻ കാർഗിൽ പോയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ എത്ര ധീരമായിട്ടാണ് നമ്മുടെ സൈനികർ പോയത്. കാർഗിൽ ആദ്യം രക്തസാക്ഷിയാവുന്നത് ക്യാപ്റ്റൻ സൗരഭ് കാലിയാണ്. 22 വയസ്സായിരുന്നു പ്രായം. ക്യാപ്റ്റൻ സൗരഭ് കാലിയും അദ്ദേഹത്തിന്റെ പട്രോൾ ടീമും ഈ കാർഗിൽ മേഖലയിൽ പട്രോളിംഗ് പോയ സമയത്താണ് അവിടെ കയറി കൂടിയിരുന്ന പാകിസ്ഥാന്റെ സൈന്യം അവർ പിടികൂടിയത്. 22 ദിവസത്തോളം ഇവരെ അത് ക്യാപ്റ്റീവായിട്ട് സൃഷ്ടിച്ചു. ജനീവ കൺവെൻഷൻ പറയുന്ന എല്ലാ യുദ്ധ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് 22 ദിവസം ഇവരെ ഇന്ത്യയെ അറിയിക്കാതെ തടവുകാരായിട്ട് തിരിച്ചു വെച്ചു. ഈ ക്യാപ്റ്റൻ സൗരഭ് കാലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ സൈനികർ ക്രൂരമായ പീഡനങ്ങൾ, മനസ്സാക്ഷിക്ക് നിരക്കാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഒരു രഹസ്യവും വിട്ടുകൊടുക്കാൻ തയ്യാറായി. മാത്രമല്ല സൗരഭ് കാലിയുടെ മൃതദേഹം നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടെന്ന് മനസ്സിലാക്കണം. 3 തവണ യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പോരാടിയ തന്റെ പിതാവിന്റെ ഓർമ്മ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പങ്കുവച്ചു. ചടങ്ങിൽ സോൾജേഴ്സ് ഓഫ് KL-14 പ്രസിഡന്റ് E ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു പി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരി, സ്കൂൾ മുഖ്യാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് UP ഷെരീഫ്, സോൾജേഴ്സ് ഓഫ് KL-14 അഡ്മിൻ ഷസിൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ SPC, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും സോൾജേഴ്സ് ഓഫ് KL-14 അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.